അച്ഛൻ വന്ന ഈ മുറിയിലാണോ കിടക്കുന്നത്? അച്ഛനല്ല, നീ. ഞാനോ? ഞാനെന്തിനാ ഇവിടെ കിടക്കുന്നത്? എല്ലാരും കൂടി ഒരു മുറി കിടന്ന എന്താ കുഴപ്പം? നീ നിന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിച്ചു നോക്ക്. അവരൊക്കെ ഇപ്പോഴും അച്ഛൻ്റെ അമ്മയുടെ ഒപ്പമാണോ കിടക്കുന്നതെന്ന്. ഇങ്ങനൊരു കുട്ടി. അമ്മ ഉറങ്ങിയോ? ആ, ഉറങ്ങി. ഈ അച്ഛൻ എന്തിനാ ഇപ്പൊ വരുന്നേ? എന്താ നിന്റെ പ്രശ്നം? എനിക്ക് എൻ്റെ അമ്മ മതി. എപ്പോഴും ഈ ഫ്രണ്ട്സ് കൂടുതലുള്ളതാണ് പ്രശ്നം. ഇപ്പം അങ്ങോട്ട് പോയി ഇഷ്ടമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ കളിയാക്കുമായിരിക്കും അല്ലേ? കളിയാക്കും, ഉറപ്പായിട്ടും. ഇതിന് എനിക്കൊരു ഡെഡിക്കേഷൻ ഇപ്പോഴും നിന്റെ പറയാണല്ലോ. അവൻ്റെ അപ്പുറത്തേക്കുന്ന ചിക്കൻ കൊള്ളാലേ. ആ, നല്ല ഹെയർ. എടാ, ഇപ്പോഴും ഇങ്ങോട്ട് തന്നെയാണോ നോക്കുന്നത്? ആ, ആണല്ലേ? എല്ലാവർക്കും എന്നെ മതി. അപ്പുറത്തെ ലേശം മണ്ടറാണല്ലേ? ആമേ എത്തിയോ? എപ്പോ? ആ, അതാ വരുന്നു. അപ്പൊ ഐ എം ഗോയിങ്. ബൈ. എന്റെ ഒന്ന് കൊടുത്തേക്കണേ. ബൈ. ഞാൻ പറഞ്ഞില്ലേ എന്നെ കണ്ടാലും അവൾക്ക് വരാതിരിക്കാൻ പറ്റില്ല. എടാ, നീ അങ്ങോട്ട് കുറച്ച് മാറിയിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് പ്രൈവസി ആണോ പ്ലീസ്? എടോ, എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. അപ്പറഞ്ഞ അയ്യോ പോലെ ഞാൻ തുടങ്ങിയില്ല. ആ, വൈകിട്ട് കാണാന്ന് പറഞ്ഞു. എന്താ പോയത്? ഞാൻ വിചാരിച്ചു അച്ഛനായിരിക്കും അതിൽ ഓർക്കാന്ന്. നീ എന്താ എത്ര വൈകിയത്? ഈ നേരം വരെ അച്ഛൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. സ്കൂളിൽ നിന്ന് വരുമ്പോ സർപ്രൈസ് തരാൻ. വൈകിയപ്പോഴാണ് ഞാൻ വിളിച്ചത്. എന്നിട്ട് ആളെവിടെ? ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങി. ലോറൻസ് അങ്ങളുടെ വീട്ടിലുണ്ടാവും. കുറച്ചുകൂടെ ചെറുതായിട്ട് കയറ്, എന്നാലും അടുപ്പി വെക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ അങ്കിൾ. ഹായ് ഹണി. ഹായ് ഡാളേ. ഇതുവരെ കഴിഞ്ഞില്ലേ? ഇത് തീർന്നിട്ട് വേണ്ട ടാങ്ക് ക്ലീൻ ചെയ്യാൻ. ബോറടിച്ചോട്ടെ, നീ അത് തീർക്ക്. ലെറ്റ് ഹിം ഫിനിഷ് ദിസ് ഫസ്റ്റ്. ടാങ്ക് ഇവിടെ തന്നെ ഉണ്ട്. ഇറ്റ്സ് അപ് ടു യു. ബാക്കിൽ തെങ്ങ തേങ്ങ ഇടാനുണ്ട് കേട്ടോ. തേങ്ങ ഇടുന്നതിന് മുമ്പ് നീ ആ വണ്ടിയും കൂടെ ഒന്ന് കഴിയട്ടെ. എടാ, ഇത് ഫിനിഷ് ചെയ്തിട്ട്. അങ്കിൾ ഇയാളെ വിട്ടില്ലേ? ഇവനിപ്പോ കുപ്പിന്ന് തുറന്നു വിട്ട ഭൂതവാ. എന്ത് പണിയും ചെയ്യും, ഇല്ലെങ്കിൽ പിന്നെ ജയിലാ. മാത്രമല്ല ഗ്യാസിനൊക്കെ ഇപ്പം എന്താ വില? അച്ഛൻ ഇങ്ങോട്ട് വന്നോ? വന്നു, പക്ഷെ ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. അപ്പുറത്തെ മാധവൻകുട്ടി മാനം വന്ന് വിളിച്ചോണ്ടില്ല. അവിടെ കാണും. ശരി. ആ, പഠിച്ചല്ലോ. ഒരു കോടാലികള്. അച്ഛാ, അപ്പോ ഈ വണ്ടി നന്നാക്കാനാണോ അച്ഛൻ ദുബായിന്ന് ഓടി വന്നത്? മേനോ സാറേ, അച്ഛന്റെ പഴയ വർക്ക്ഷോപ്പിലെ സ്ഥിരം ക്ലൈന്റ് ആയിരുന്നു. 4-5 മാസമായിത്ര ഇവനൊന്ന് അനങ്ങിയിട്ട്. ആ അച്ഛൻ അന്വേഷിച്ച് എത്തിയോ? കുടിക്കൂ. കൂടെ നടക്കട്ടെ. വേണ്ട, താങ്ക് യു. അവൾ ഇത് കുടിച്ചോളൂ. ഇല്ല, അച്ഛൻ കുടിച്ചോളൂ. കുടിക്കടി. എനിക്ക് വേണ്ട. സാർ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി. ഓക്കെ അല്ലേ? നന്ദനം തൊട്ടാ ശരിയാന്ന് എനിക്ക് അറിയായിരുന്നു. പുറമേ നിന്നൊരു മെക്കാനിക്കിനെ വിളിച്ചാൽ കാശ് കൊടുക്കണമല്ലോ. ഞാനേക്കോട്ടെ സാറേ. നീ ഇന്ന് കുളിച്ചില്ലല്ലേ? ദൈവമേ, കേരളം മൊത്തം ഉണ്ടല്ലോ ടേബിളില്. ആദ്യത്തെ ദിവസമല്ലേ, അതുകൊണ്ടാ. എന്നും പ്രതീക്ഷിക്കണ്ട. എന്തേ? ഹേയ്, ഞാൻ പെട്ടെന്ന് എൻ്റെ കുബൂസിനെ കുറിച്ച് ഓർത്തു പോയതാ.
കുബൂസിനെ പിരിഞ്ഞിരിക്കാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിലും അത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. നാളെ മുതൽ നമുക്ക് കുബൂസും തൈരും തന്നെ ആക്കാം. എടി നിന്റെ ഈ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ഒക്കെ മനസ്സിൽ ഓർത്തിട്ടല്ലേ അവിടെ ഞാൻ കുബൂസ് ഓരോ ദിവസവും കടിച്ചമർത്തിരുന്നത്. മോളെ, ആഹാരത്തിന്റെ കൂടെ വെള്ളം കുടിക്കരുത്, ദഹനത്തെ ബാധിക്കും. ഒന്നിൽ ആഹാരത്തിന് 1 മണിക്കൂർ മുമ്പ് അല്ലെ ആഹാരം കഴിഞ്ഞിട്ട് ലിക്വിഡ് അങ്ങനെ കഴിക്കാവൂ. നമുക്ക് എല്ലാത്തിനും ഒരു ചിട്ട വേണം. അല്ലച്ചാ, ഓ അപ്പൊ ഈ കഞ്ഞി സൂപ്പും ഒക്കെ കഴിക്കുന്നവരോ, അവർക്ക് ഈ ലിക്വിഡിന്റെ പ്രശ്നമില്ലേ? ഓ, അത് കഞ്ഞി സൂപ്പും, ഇത് ചോറല്ലേ, അതാണ് അതിന്റെ വ്യത്യാസം. ഇപ്പൊ മനസ്സിലായില്ലേ? മനസ്സിലായി. അമ്മയ്ക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. ഏയ്, ഇത് എത്ര വറ്റ അങ്ങനെ കളഞ്ഞിരിക്കുന്ന എൻ്റെ അപ്പു. ഓരോ അരിമണിയിലും അത് കഴിക്കുന്നവന്റെ പേരെഴുതി വെച്ചിട്ടുണ്ടാവുന്ന പറയുക. ഫുഡിനെ റെസ്പെക്ട് ചെയ്യണം. സോറി അച്ഛാ, ഇനി ശ്രദ്ധിച്ചോളാം. ഓ, PG നന്ദകുമാർ, ഇതിൽ അച്ഛന്റെ പേരാണല്ലോ എഴുതിയിരിക്കുന്നത്. ബ്രില്യൻ. ടിഷ്യൂ ഇല്ലേ ജൂലി? ടിഷ്യൂവും കുബൂസും ഒക്കെ ഇനി മറന്നേക്ക്. ഒരു ഉണ്ടക്കണ്ണി ഇവിടെ ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട്. അച്ഛൻ അമ്മയോട് ഇഷ്ടമാണ് നമ്മൾ മനസ്സിലാക്കിട്ടെന്ന്. എന്തൊരു കൊതുക് അവിടെ. ദുബായിലാണെങ്കിൽ ഒറ്റ കൊതുകില്ല. ദുബായിലെ കൊതുകൊക്കെ ഇവിടെ എത്തിയല്ലോ. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ എന്തൊരു സമാധാനം എന്നറിയാം. ആ സമാധാനത്തിൻ്റെ കൂടെ കുറച്ച് മധുരവും കഴിക്കും. കുടിക്കാം. നമ്മുടെ അപ്പുന് നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ആട്ടോ. മനസ്സിന്റെ ആരോഗ്യ. മനസ്സിന്റെ ആരോഗ്യമൊക്കെ കണക്കാ. ചില സമയത്ത് അവളുടെ ടാൻഡ്രംസ് കണ്ടു കഴിഞ്ഞാൽ ഒരൊറ്റ അടി വെച്ച് കൊടുക്കാൻ തോന്നും. ഒറ്റയ്ക്കൊരു ടീനേജറെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടാ. അവളെ മാനേജ് ചെയ്യണമെങ്കിൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആകണം. അല്ലാതെ ഹെഡ് മാഷ് ആകാൻ പോയി കഴിഞ്ഞാൽ പിള്ളേർ റിബലാവും. എന്തായാലും നീ ഇത്രത്തോളൊക്കെ എത്തിച്ചില്ലേ. അവളുടെ കളിയും കുറുമ്പും ഒന്നും നോക്കി കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. അതിനുള്ള ചാൻസ് ഒക്കെ അവൾ ഇഷ്ടം പോലെ തന്നോളും. സമയം കിടക്കല്ലേ. പെട്ടിയും കിടക്കയും എടുത്ത് ഇങ്ങോട്ട് ഓടിപ്പോന്നിട്ട് എന്താ പ്ലാൻ? ജീവിക്കണ്ടേ? അതൊന്നും ഓർത്ത് എൻ്റെ മോള് പോകേണ്ട. ഇത്രയും കാലം തല ഉയർത്തിപ്പിടിച്ചതല്ലേ ജീവിച്ചത്. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെയായിരിക്കും. പുറമേ നിന്ന് കിട്ടിയ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും പ്രൊഫഷണലിസവും അതൊക്കെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ ചില പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്തിട്ട് എന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി കയറിയത്. അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. 10-15 കൊല്ലമായിട്ട് കടിച്ചു പിടിച്ച് മാറ്റി വെച്ച ജീവിതം ശരിക്കും നമ്മൾ തുടങ്ങാൻ പോവാ. ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയായിട്ടാണോ? ദേ, നിങ്ങളുടെ ബ്രൈറ്റ് ആൻഡ് ബ്രില്യൻ ഗേൾ. കിടന്നോ. ജീവിതം നമുക്ക് നാളെ തുടങ്ങാം.